പ്രൈസ് ലോർഡ്. പ്രതീക്ഷിക്കുന്ന നാമത്തിലെ സ്നേഹം നേരത്തെ എല്ലാ ദൈവങ്ങൾക്കും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത നിരാശ എന്നുള്ളതാണ്. നിരാശ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്ത് ഒരു ചെറിയ ചിരി വന്നിട്ടുണ്ട്. കാരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് നിരാശ എന്നുള്ളത്, അല്ലെ? കാരണം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ, നമ്മൾ ചെയ്യുമ്പോൾ അതൊരു പരാജയത്തിന്റെ വക്കിലെത്തി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളായി എന്ത് ചെയ്യും? അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെ? എന്നിട്ട് പറയും, ഓ, എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ തക്കണം ഇടയാവും, അല്ലെ? അതിന്റെ റീസൺ നോക്കുവാണെങ്കിൽ ഒറ്റ റീസണുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നിരാശ കയറിയത് കൊണ്ടാണ് പലതും നമ്മൾ തീരുമാനത്തോടെ മുന്നോട്ട് കടന്നു വരുന്നത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അങ്ങനെ നിരാശ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറേണ്ട ആവശ്യമാണ്. നമ്മൾ തുടങ്ങി വെച്ച കാര്യം കർത്താവ് നമ്മളെ കൊണ്ട് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഇച്ചിരി കാലതാമസം എടുക്കുമായിരിക്കാം, എങ്കിൽ പോലും അത്ഭുതകരമായ അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മളെ ഒരു കാണുന്ന ജീവിയാണ് ചെലന്തി, അല്ലെ? ചെലന്തി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ചെലന്തിയെ പറ്റി. എല്ലാവരും കണ്ടിട്ടുള്ളൊരു ജീവിയാണ് ചെലന്തി എന്ന് പറഞ്ഞത്. നമ്മൾ ചെലന്തിയെ നോക്കുകയാണെങ്കിൽ അത് വല കെട്ടുന്നതെന്ന് ശ്രദ്ധിക്കണം. മനോഹരമായിട്ട് വല കെട്ടി വരും, അല്ലെ? പക്ഷെ പല തവണ കെട്ടിയതിന് ശേഷമാണ് അതിന്റെ ആ ഒരു വല കെട്ടിയുള്ള കൂട് അത് പൂർത്തീകരിക്കുന്നത്. പലപ്പോഴും സ്റ്റാർട്ടിങ് വന്ന് ഏതെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അത് വിട്ടുപോകും, ചിലപ്പോൾ പൊട്ടിപ്പോകും. ഇപ്പൊ നമ്മൾ പോലും ചിലപ്പോൾ കിള്ളി അതിനെ ആ വല പൊട്ടിച്ചുകളഞ്ഞൊരു അനുഭവം ഉണ്ടല്ലേ? എങ്കിൽ പോലും ആ ചെലന്തി പിന്മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിന്റെ ഹൃദയത്തിലൊരു തീരുമാനമുണ്ട്, ഞാൻ വല കെട്ടി തീർക്കും എന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ ബേസിൽ ഒരുപക്ഷെ 3-4 തവണ എത്ര തവണ ട്രൈ ചെയ്താലും ആ വല കെട്ടി അത് തീർക്കുക തന്നെ ചെയ്യും. ആ ഒരു സ്വഭാവത്തിന് ഉടമയായി തീരണം നമ്മളും. കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ചെലന്തിയുടെ ഒരു സ്വഭാവം. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, എത്ര ട്രൈ ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണെങ്കിൽ അതിനൊരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്. നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുവാണെങ്കിൽ തക്ക വല കെട്ടി വീട് പൂർത്തീകരിച്ചതുപോലെ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ ദൈവം പൂർത്തീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുക തന്നെ ചെയ്യും. അതിന്റെ ഇടയ്ക്ക് വരുന്ന നിരാശകൾ, പ്രയാസങ്ങൾ നമ്മൾ മാറ്റിവെച്ച് സകലവും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച് മുന്നേറുവാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഷോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.